വിതയ്ക്കുന്നത് വിത്ത് വചനമാണെങ്കിൽ കൊയ്യുന്നത് ദൈവരാജ്യമാണ്. മനുഷ്യൻ പല ഇനം വിത്തുകൾ ഈ ഭൂമിയിൽ വിതയ്ക്കാറുണ്ട്. അവയുടെ വിത്തുകൾക്ക് അവ തന്നെ അതേ ഫലം നൽകുന്നു. എന്നാൽ ദൈവം യേശു വഴി വിതച്ച വിത്ത് വചനമായിരുന്നു. ആ വചനം ഫലം പുറപ്പെടുവിക്കുന്നത് ശിഷ്യന്മാരിലൂടെ നമ്മൾ കണ്ടു. വിത്ത് വിളവ് നിറഞ്ഞത് 100 മേനി ഫലം നൽകുന്നതാണ് വചനം. വിത്ത് വിളഞ്ഞ് 100 മേനി ഫലം നൽകുന്നതാണ് വചനം. അപ്പം നിത്യജീവന്റെ വചനം, അതാണ് ദൈവവചനം. വചനങ്ങൾ ഈ ഭൂമി ധാരാളമുണ്ട്. ദൈവരാജ്യം പ്രസംഗിക്കുന്നവരും ധാരാളമുണ്ട്. എന്നാൽ നിത്യജീവന്റെ വചനം പ്രസംഗിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശു. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് നീ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ആ വചനം തന്നെ നിനക്ക് നിത്യജീവൻ നൽകും. യേശു പറഞ്ഞു, എന്റെ വചനമാണ് നിത്യജീവൻ. അത് നിത്യരക്ഷയുടെ വചനമായിരുന്നു. ജീവന്റെ വചനം, ദൈവ വചനം. ഈ വചനം യേശുവിൽ നിന്നാണ് പുറപ്പെട്ടത്. അതിനു മുമ്പ് വചനങ്ങൾ പറയുന്നവരുണ്ടായിരുന്നു, അതിനുശേഷം വചനം പറയുന്നവരുണ്ട്. ഇന്ന് വചനം ധാരാളം പഠിപ്പിക്കുന്നവരുണ്ട്, ക്ലാസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും വചനമായിട്ട് വരുന്നില്ല. വചനത്തിനൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അത് ഫലം പുറപ്പെടുവിക്കും. 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതാണ് യേശുവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ദൈവരാജ്യത്തിന്റെ സുവിശേഷമായ ദൈവവചനം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനം ദൈവമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവത്തോടു കൂടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വചനം തന്നെ നിങ്ങളിൽ ഫലം പുറപ്പെടുവിക്കും. അതാണ് യേശുവും ദൈവരാജ്യത്തിന്റെ സുവിശേഷവും. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവവചനം തന്നെയാണ്. ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് പരിശുദ്ധ സുവിശേഷം എന്ന് നാം വിളിക്കപ്പെടുന്ന വിശുദ്ധ ബൈബിൾ. ഈ വചനങ്ങൾ ജീവന്റെ വചനങ്ങളാണ്. മരിച്ച വചനങ്ങളല്ല യേശുവിൻ്റെത്. ജീവനുള്ള വചനമാണ് യേശു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് യേശു. അപ്പൊ ജീവനുള്ള വചനമാണ് യേശുവിൽ നിന്ന് പുറപ്പെട്ടത്. ആ വചനം രോഗിയെ സുഖപ്പെടുത്തി. ആ വചനം കുരുടന് കാഴ്ച നൽകി. ആ വചനം തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. ആ വചനം മരിച്ചവനെ ഉയർപ്പിച്ചു. ആ വചനം കടലിനെ ശാന്തമാക്കി. ആ വചനം മലകളെ മാറ്റിക്കളയുന്നു. ഇങ്ങനെ ഈ യേശുവിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം ലോകത്തിൽ 100 മേനി ഫലം നൽകി. യേശു എന്നിട്ട് പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിന്റെ ഹൃദയം തുറന്നിരിക്കുന്നവൻ ആത്മാവിൽ സ്വീകരിക്കുന്നതാണ് ദൈവവചനം. അത് ആത്മാവിൽ കേട്ട് ഗ്രഹിച്ചതിന് ശേഷം തൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടാൽ ആ വചനം അതേ 100 മേനി പുറപ്പെടും. സെയിമാണത്, മാറ്റമില്ല. അപ്പസ്തോലന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, ലോകമെങ്ങും പോയി എൻ്റെ വചനം സുവിശേഷമായി പഠിപ്പിക്കുവിൻ. നിങ്ങൾ ഏതു ഭവനത്തിൽ വസിക്കുന്നുവോ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുവിൻ. നിങ്ങൾ അവിടെ രോഗികളുണ്ടെങ്കിൽ അവരെ സുഖപ്പെടുത്തുവിൻ. ജീവന്റെ വചനം ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആ വചനം ഉടൻ അവിടെ പ്രവർത്തിക്കും. ജീവന്റെ വചനമാണത്. ദൈവവചനം ജീവനുള്ള വചനമാണ്. ആ വചനം ഗ്രഹിക്കുന്നവൻ
100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായിരുന്നു. അതായിരുന്നു യേശു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് ഈ വചനം ലോകത്തോട് പറഞ്ഞത്, അല്ലെ മനുഷ്യരോട് പറഞ്ഞത്. ഈ വചനം കേട്ടവരെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു. വളരെ പേര് സ്നാനം മുങ്ങി, വളരെ പേര് വിശ്വസിച്ചു, വളരെ പേര് രോഗശാന്തി കൊണ്ട് നിറഞ്ഞു, വളരെ പേര് ഉയർത്തെഴുന്നേറ്റ് വന്നു, ആത്മാക്കളെ രക്ഷ പ്രാപിക്കുന്നു. അങ്ങനെ ജീവന്റെ വചനത്താൽ യേശു പാപത്തെ കീഴടക്കി, പാപികളെ വീണ്ടെടുത്തു, അവർക്ക് പാപവിമോചനം നൽകി, ദൈവമക്കളാകാനുള്ള കൃപ നൽകി. അപ്പൊ ജീവന്റെ വചനം ഉത്ഭവിച്ചത് ആദിയിലാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ വചനമാണ് ദൈവവചനമായി ലോകത്തിൽ വന്ന യേശുവിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ജീവവചനം. വചനത്താലാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. മനുഷ്യന് രൂപം നൽകിയതും ദൈവവചനത്താൽ തന്നെ. അവന് ജീവൻ നൽകിയത് ദൈവം തന്നെ. അപ്പം ദൈവം തരുന്ന സുവിശേഷം ദൈവവചനം തന്നെ. ആ വചനം ജീവനുള്ള ദൈവവചനമാണ്. നമ്മൾ വെറുതെ പഠിക്കുന്ന ഒരു ഭാഗമല്ലിത്, കേൾക്കുന്നതല്ലിത്. കേട്ട് ഗ്രഹിച്ച് ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങളായി പോയി മനുഷ്യരെ സുഖപ്പെടുത്തുന്ന വചനങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പത്രോസിനോട് യേശു പറഞ്ഞത്. നിങ്ങൾ ഇത്രയും നാളും മീനെ പിടിച്ചു, ഇനി നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പം വചനത്തിന്റെ ശക്തി, ആ വോയിസ്, എ പവർ. ആ പവറിലൂടെയാണ് അവർ മനുഷ്യനെ പിടിക്കുന്നവരായത്. ശക്തി, ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ്, ദൈവം തന്നെ ആ ശക്തി. ആ ശക്തി മനുഷ്യന്റെ ഹൃദയത്തിൽ എത്തിക്കഴിയുമ്പോൾ ആ ശക്തിയിൽ മനുഷ്യൻ ആന്തരികവും ബാഹ്യവും ജഡീകവുമായ മനുഷ്യൻ നിശ്ചലനായി വചനത്തിന്റെ മനുഷ്യൻ എഴുന്നേറ്റ് വരും. വചനം കേൾക്കുമ്പോൾ ആത്മാവ് തുടിക്കും, അതിന് ജീവൻ നൽകും, പുതിയ സൃഷ്ടിയാകും. പഴയ മനുഷ്യൻ അവനെ വിട്ടുപോകും. കാരണം അവനിൽ ദൈവത്തിന്റെ വചനം, ജീവവചനം പ്രവേശിച്ചു.